അംബേദ്കറെ കേരളം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്ത്യ ഇന്ന് നേരിടുന്ന ബേസിക്കായൊരു ക്വസ്റ്റ്യനെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യാൻ ഏത് പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, അത് ഡോക്ടർ B.R. അംബേദ്കർ മുന്നോട്ട് വെച്ച പൊസിഷൻ തന്നെ എടുക്കേണ്ടി വരും. മഹാത്മാ അയ്യൻകാളി അല്ലെങ്കിൽ പൊയ്യലപ്പച്ചൻ അങ്ങനെയുള്ള ഒരു നിര കേരളീയ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, മലയാളിയെ മനുഷ്യനായി നിർമ്മിക്കുന്നതിൽ അവർ നടത്തിയ മഹത്തായ സംഭാവനകൾ അംഗീകരിക്കാതിരിക്കുക എന്നത് ഒരു കാസ്റ്റീസ്റ്റായ മനോഭാവമാണ്. എല്ലാ ദൈവങ്ങളും പോലെ തന്നെ പൊയ്യലപ്പച്ചനൊരു ദൈവമാണ്. പൊയ്യലപ്പച്ചന് ഈ അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നേ. അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം സംസാരിക്കുന്നത് അപകടമാണെന്നുള്ള ഒരു തെറ്റായ ഒരു പ്രമിസിലാണ് ഈ സ്വത്വവാദം എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് ഇവർ പറഞ്ഞു നടത്തുന്നത്. സ്വത്വവാദം കുഴപ്പം പിടിച്ചൊരു കാര്യമില്ല. തോട്ടിപ്പണി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്ത് തോട്ടിപ്പണി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ദളിതരൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവർ സുഖടിതമായി അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ പൊളിറ്റിക്സിൽ മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നതിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് അംബേദ്കർ ഏത് തരത്തിലാണ് സമൂഹം മനസ്സിലാക്കുന്നത്, കേരള സമൂഹം മനസ്സിലാക്കുന്നത്? ഈ അംബേദ്കറെ കേരളം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അംബേദ്കർ എന്നത് കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്ത് ഒരു ബ്രിട്ടീഷ് ചാരൻ എന്ന ഒരു നിലയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അയാളൊരു ബൂർഷ്വാസിയാണെന്നുള്ളത്. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ വലിയ കുറ്റവാളി എന്നാണ് കേരളത്തിലെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഒരു ബൂർഷ്വാസിയായിരുന്നു. കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന, അതൊക്കെയാണ് ബൂർഷ്വാസിയുടെ ലക്ഷണമായിട്ട് ഇവരെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൻപുറത്തെ റേഷൻ കടക്കാരൻ ബൂർഷ്വാസിയും അവിടെ അരി മേടിക്കാൻ ചെല്ലുന്നവൻ തൊഴിലാളി വർഗമാണെന്നൊക്കെ വിചാരിച്ച ജനത, അത്രയും ജനപ്രിയമായ മാർക്സിസം വിളയാടിയൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലൊരു കയർപിരി കേന്ദ്രം ഉണ്ടാക്കിയവനെ കൊന്നുകളയുക ബൂർഷ്വാസിയാണെന്ന് പറയണം. ഇങ്ങനെ ഇതൊക്കെ വളരെ ലളിത യുക്തിയാണ് അതിനകത്തെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അംബേദ്കർ യഥാർത്ഥത്തിൽ അംബേദ്കറെ മനസ്സിലാക്കുന്നതിൽ വളരെ ലേറ്റായൊരു സമൂഹമാണ് കേരളം. വളരെ ലേറ്റായിട്ടാണ് അംബേദ്കർ എന്നുള്ള പേര് കേരളത്തിലേക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം അംബേദ്കറെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലും കേരളം വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദളിത് സെക്ഷനിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇത് സവർണർ മനസ്സിലാക്കിയത് മാത്രം കുഴപ്പമാണ്, ദളിതരിതെല്ലാം മനസ്സിലാക്കി വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള യാതൊരു അവകാശവാദവും ഞാൻ പറയത്തില്ല. അതൊക്കെ വെറുതെ മിഥ്യയാണത്. അംബേദ്കറെ മനസ്സിലാക്കുന്നതിൽ കേരളത്തിൽ വലിയ ഇൻപുട്ട് ദളിത് സെക്ഷനിൽ നിന്നുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കെ അത് തന്നെ എത്രമേൽ പൂർണ്ണമാണെന്നുള്ളതിലും സംശയമുണ്ട്. ഏതായാലും അംബേദ്കർ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു ഭാവന കരുപ്പിടിപ്പിച്ച ആളാണ് എന്ന നിലക്ക് ഇനിയും കേരളം ഉൾക്കൊണ്ടിട്ടില്ല. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സോഷ്യലിസ്റ്റുകളിൽ നിന്നും നാഷണൽ കോൺഗ്രസിൽ നിന്നും ഭിന്നമായി ഇന്ത്യ എന്നാൽ മറ്റൊന്നാണ് എന്ന പ്രമിസിൽ നിന്ന് ആരംഭിച്ച് ഡെമോക്രസി എന്ന പ്രിൻസിപ്പിളിനെ വികസിപ്പിച്ച് പുതിയൊരു ജനാധിപത്യ ഇന്ത്യയുടെ ഭാവന കരുപ്പിടിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ തിങ്കർ എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിൽ കേരളം വളരെ പരിമിതമായ വൃത്തത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ് എന്ന നിലക്ക് അംബേദ്കറെ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റാവുകയും പിന്നെ നമ്മുടെ ചില അന്ധവിശ്വാസങ്ങൾ, മലയാളികൾക്ക് മാത്രമുള്ള ചില അന്ധവിശ്വാസങ്ങൾ, ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിട്ട് മാർസിനെയാണ് നമ്മൾ കാണുന്നത്. മാർസ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം പിന്നെ ഒരാളെയും നമ്മൾക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം അംബേദ്കർ ഒന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പം എല്ലാ ഉത്തരവും ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് ഒരു സങ്കല്പം. അങ്ങനെ അടഞ്ഞ ഒരു ഇൻ്റലക്ച്വാലിറ്റിയാണ് മലയാളിക്ക് പൊതുവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും കിടന്നിങ്ങനെ കറങ്ങുക എന്നുള്ളതല്ലാതെ പുതിയൊരു സ്ട്രീം വന്നാൽ അതിനെതിരെ ആണ് മലയാളി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർ B.R. അംബേദ്കർക്കെതിരെയാണ് അവർ നിന്നുകൊണ്ടിരുന്നത്. അംബേദ്കർ ഇങ്ങനെ എന്തോ ദളിതരുടെ എന്തോ കാര്യമൊക്കെ പരിഹരിച്ചു എന്നുള്ള നിലക്കൊക്കെയാണ് ഇവർ ആദ്യം സമ്മതിച്ചത്. പിന്നീട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡോക്ടർ B.R. അംബേദ്കറുടെ റീഡിങ്ങുകൾ
വ്യാപകമാവുകയും ലോകത്തെമ്പാടും അംബേദ്കർ ചിന്തകൾ റെലവൻ്റ് ആണെന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്ത ഘട്ടത്തിലാണ് പുതിയ ഡിസ്കോഴ്സ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഈ പുതിയ ഡിസ്കോഴ്സിൽ അപ്രോപ്രിയേഷൻ നടക്കുന്നത്, അംബേദ്കറെ മനസ്സിലാക്കുന്നതിലുപരി അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള നീക്കമാണത്. മാർക്സ്, ഗാന്ധി, അംബേദ്കർ, ഈ 3 ഐക്കണാണ് ഇപ്പോൾ ചർച്ച. അപ്പം കേരളത്തിലെ ഏറ്റവും പ്രമാണിയായ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് മാർക്സ് ശരിയാണ്, അംബേദ്കർ ശരിയാണ്, ഗാന്ധി ശരിയാണ്. അപ്പോൾ ഇവിടെ പ്രഭാഷണം മധ്യേ ഒരു വിദ്യാർത്ഥിനി എഴുന്നേറ്റെന്ന് ചോദിച്ചു, അപ്പോൾ ഇവർ 3 പേരും ശരിയാണ്, പിന്നെ ആരായി തെറ്റ് എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരുതരം അപ്രോപ്രിയേഷൻ നടക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ഇവർ 3ലും, ഈ 3 പേരിലും സ്വീകരിക്കപ്പെടേണ്ടതായ ചില ടെനൻസുകൾ, ചില വിഷൻസ് ഒക്കെ കാണാം. അത് ചരിത്രത്തിൽ റെസിഡ്യൂ ആയിട്ടുമുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുകയും വേണം. ഇന്ത്യ ഇന്ന് നേരിടുന്ന ബേസിക്കായൊരു ക്വസ്റ്റ്യനെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യാൻ ഏത് പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, അത് ഡോക്ടർ B.R. അംബേദ്കർ മുന്നോട്ട് വെച്ച പൊസിഷൻ തന്നെ എടുക്കേണ്ടി വരും. ഗാന്ധി ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കാം, അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും. ഗാന്ധി ഉപേക്ഷിക്കണം എന്നുള്ള വാദമൊന്നും ഞാൻ പറയുന്നില്ല. റാം മനോഹർ ലോഹ്യ നമ്മളെ സഹായിച്ചേക്കാം ആ കാര്യത്തിൽ. മാർക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ വേണമെങ്കിൽ ഒരു ധാരണയില്ല. അതല്ലാതെ ഈ അംബേദ്കർ ഇവരെ പൂരിപ്പിക്കാനുള്ള എന്തോ ഒരു ചെറിയ പൊടിക്കൈ മരുന്നുകൾ മാത്രമാണ് അംബേദ്കർ എന്നുള്ള ഇവരുടെ ഈ രീതി. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് 3 പേരുടെ ഡിക്റ്റേഷനിൽ, മാർക്സിൻ്റെയും ഗാന്ധിയുടെയും അംബേദ്കറിൻ്റെ ഡിക്റ്റേഷനിൽ ഇന്ന് തെളിഞ്ഞു വന്ന കാര്യം അംബേദ്കർ പറഞ്ഞതാണ് ശരിയായ ഡെഫിനിഷൻ എന്നുള്ളതാണ്. ഇന്ത്യ എന്നത് കാസ്റ്റാണ് എന്നൊരു സംഭവമാണ്. അപ്പോൾ സാമൂഹിക സോഷ്യൽ ഡെമോക്രസി ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കാര്യം ഞാനിത് ഇത്ര കർശനമായിട്ട് ഇപ്പോൾ അംബേദ്കറുടെ പൊളിറ്റിക്സിൽ നമ്മൾ ഊന്നേണ്ടി വരുമെന്ന് പറയാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ. ഈ ക്യാബിനറ്റ് മിഷൻ 44 ഭരണഘടന ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ B.R. അംബേദ്കർ ഒരു നിർദ്ദേശം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പറയുന്ന നിർദ്ദേശം, ഇന്ത്യക്കകത്ത് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ അനുവദിക്കണം. ഒരു കാരണവശാലും ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം ഭൂരിപക്ഷം കിട്ടുന്ന ഒരു റെപ്രസെൻറ്റേഷണൽ മോഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ ഭൂരിപക്ഷം ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഭൂരിപക്ഷമായിരിക്കില്ല, മറിച്ച് കമ്മ്യൂണൽ ഭൂരിപക്ഷമായിരിക്കും എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ ഇന്ത്യയെ സംഭവിച്ച കാര്യം. അന്ന് പറഞ്ഞ ആ വാക്ക് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അംബേദ്കറെ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വഴി അല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഗാന്ധി വിമർശനം പോലും അത്തരത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതെ, ഈ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് ദളിതപക്ഷത്തു നിന്നുള്ള അംബേദ്കർ റീഡിങ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഗാന്ധി വിമർശനത്തിലാണ്. ഗാന്ധി വിമർശനം എന്ന് പറയാൻ പറ്റില്ല. 32 പൂന പാക്റ്റുമായി ബന്ധപ്പെട്ട വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ഗാന്ധി അംബേദ്കർ തർക്കത്തിലാണ് അത് നിൽക്കുന്നത്. ഗാന്ധിക്കെതിരെ യഥാർത്ഥത്തിൽ താത്വികമായ വിമർശനമാണ് ഡോക്ടർ B.R. അംബേദ്കർ ഉന്നയിച്ചത്. അതിനെ വികസിപ്പിക്കാനല്ല, അത് കഴിഞ്ഞില്ല. ഈ തർക്കത്തിൽ നിന്നതുകൊണ്ട് അംബേദ്കർ യഥാർത്ഥത്തിൽ ഗാന്ധിയെ ചില ഘട്ടങ്ങൾ സ്വീകരിക്കുകയും ചില ഘട്ടങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് താത്വികമായ കാരണങ്ങളല്ല, ഫിലോസഫിക്കൽ. അതായത് ഗാന്ധിയുടെ സംഭവം എന്ന് പറയുന്നത്, ഗാന്ധിയുടെ താത്വികമായൊരു നില എന്ന് പറയുന്നത് അദ്ദേഹം തുറന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു സനാതന ഹിന്ദു എന്ന നിലക്കാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത്, മനുഷ്യനെ കാണുന്നത്. അപ്പോൾ ഈ സനാതന ഹിന്ദുത്വത്തിൻ്റെ മനുഷ്യസങ്കല്പം തന്നെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നാണ് അംബേദ്കറുടെ നിലപാട്. ഇതാണ് അവർ തമ്മിലുള്ള ബേസിക്കായ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യസങ്കല്പം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ഗാന്ധി ഒരിക്കലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹ ഭാവനയിൽ ജീവിച്ച ആളല്ല. അദ്ദേഹം എപ്പോഴും സെൽഫ് പ്യൂരിഫിക്കേഷനെ ആണ് എപ്പോഴും മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ച ആളുമാണ്.
പക്ഷേ സെൽഫ് പ്യൂരിഫിക്കേഷൻ അല്ല പൊളിറ്റിക്കൽ ഫിലോസഫി. പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയൊരു തിങ്ങാണ്. അതായത് ഞാനും ശ്രീജിത്തും തമ്മിലുള്ള ബന്ധം നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷനിൽ നിന്ന് വരേണ്ടതാണെന്നുള്ളത് പൊളിറ്റിക്കൽ ഫിലോസഫിയല്ല. പൊളിറ്റിക്കൽ ഫിലോസഫിക്കകത്ത് നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ഡിക്റ്റേഷൻ എനിക്കോ നിങ്ങൾക്കോ ലംഘിക്കാൻ പറ്റത്തില്ല. ആ ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സമാധാനപൂർവമായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതൊരു എത്തിക്കൽ തിങ്ങാണ്. മനുഷ്യനെ ഒരു എത്തിക്കൽ ബീയിങ് ആക്കി മാറ്റുന്ന തിങ്ങാണ്. ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി. പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ബേസ് അതാണെന്നൊക്കെ നമുക്ക് പറയാം. ഈ ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ വിധേയമായി കഴിഞ്ഞ് ഇന്ത്യ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതോളം അത് പൊളിറ്റിക്കൽ ഫിലോസഫിയല്ല. അത് ഞാൻ പറയുന്നതാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സ്. നമ്മുടെ ധാർമ്മികതയുടെ നൈതികതയുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. എൻ്റെ റെസ്പെക്റ്റിനെ, എൻ്റെ സെൽഫിനെ നിങ്ങൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഹർട്ട് ചെയ്യാൻ നിങ്ങൾ കുറ്റവാളിയായിരിക്കുന്ന രാഷ്ട്രത്തിനത്രേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശ്രീജിത്ത് പോയി സെൽഫ് പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് വാ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം പലപ്പോഴും ഈ ആർട്ടിക്കുലേറ്റേഴ്സ് കാണാറുണ്ട്. ഗാന്ധി പല കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ പരിവർത്തന ശേഷിയെ സംബന്ധിച്ചുള്ള ഒരു തിയറി നമ്മൾ രൂപീകരിക്കുക. ഓക്കെ, ഗാന്ധി ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പരിവർത്തന തിയറിയെക്കുറിച്ചൊക്കെ നമുക്കൊരു സിദ്ധാന്തം ഉണ്ടാക്കാം, നമുക്കത് ഫോളോ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന് അത് കഴിയുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പോൾ ഇവർ ഗാന്ധിയന്മാർ പറയുന്ന വലിയ അംബേദ്കർ അല്ല ഗാന്ധിയാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ലോകത്തിലെ ജനവിഭാഗങ്ങൾ ഗാന്ധിയെ ഒരു മാതൃകയായി എടുത്ത് ഫോളോവേഴ്സ് ആവാത്തത്? ഗാന്ധിക്ക് വ്യക്തികളെ ഫോളോവേഴ്സുള്ളൂ. ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് അങ്ങനല്ല, സമൂഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, വ്യക്തികളല്ല. ഇന്ത്യയിലെ ദളിതർ, ന്യൂനപക്ഷങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ, യൂറോപ്പിലെ ജിപ്സികൾ, ആഫ്രിക്കയിലെ ബ്ലാക്ക് ട്രൈബ്സ്, ഇവരൊക്കെ കൂട്ടത്തോടെ അംബേദ്കറൈറ്റുകളായി മാറുകയും ചെയ്തു. ഗാന്ധിക്ക് അങ്ങനെയല്ല, ഗാന്ധിക്ക് വ്യക്തികളാണ്. കാരണം വ്യക്തിക്ക് മാത്രം ഫോളോ ചെയ്യാവുന്ന ഒരു ലോകമാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അംബേദ്കറിൻ്റെ അത് പൊളിറ്റിക്കൽ ഫിലോസഫി ആയതുകൊണ്ട് അത് രാഷ്ട്രത്തെയും വലിയൊരു ജനസഞ്ചയത്തെയും അതിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിയോടും കൂടിയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാ ഡൈവേഴ്സിറ്റിയിൽ നിൽക്കുന്നവർക്കെല്ലാം ആ പാത പിന്തുടരാൻ പറ്റും. ഗാന്ധി അപ്രസക്തനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി. അതൊന്നും മനസ്സിലാക്കി പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അത്തരത്തിൽ തന്നെ ഇപ്പോൾ അംബേദ്കറെ മനസ്സിലാക്കാതിരിക്കുന്നത് അത്രയും ആഴത്തിൽ തന്നെ അയ്യങ്കാളിയെയും പൊയ്കയിൽ കുമാരകുരുദേവൻ അപ്പച്ചനെയും മനസ്സിലാക്കുന്നതിൽ മലയാളി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കാസ്റ്റ് തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു കാര്യവും നമ്മൾ ആരോപിക്കേണ്ടതില്ല. മഹാത്മാ അയ്യൻകാളി അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചൻ അങ്ങനെയുള്ള ഒരു നിര കേരളീയ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, മലയാളിയെ മനുഷ്യനായി നിർമ്മിക്കുന്നതിൽ അവർ നടത്തിയ മഹത്തായ സംഭാവനകൾ അംഗീകരിക്കാതിരിക്കുക എന്നത് ഒരു കാസ്റ്റീസ്റ്റായ മനോഭാവമാണ്. കാരണം അത് അംഗീകരിക്കാൻ പറ്റില്ല. അതവർ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. ഈ സവർണ ഒളിഗാർക്കി നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണത്. ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങിന് ഒരു വിഷയം എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വിഷയം സംസാരിക്കാം. ഓക്കെ എന്ന് അദ്ദേഹം പറയും. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇത് വേണമല്ലോ എന്ന് പറയുന്നു. ഞാൻ എന്ത് അട്രാക്റ്റീവ്? അല്ലത് ഇപ്പോൾ ആൾക്കാരൊക്കെ വരണ്ടേ കേൾക്കാൻ. അപ്പം ഞാൻ പറയും ഇത് കൊണ്ടല്ലേ ഞാൻ വരത്തുള്ളൂ, എനിക്കത് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പം അവിടെ ബാക്കി നടന്ന പ്രോഗ്രാമിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ജനസഞ്ചയം അത് കേൾക്കാൻ വന്നിരുന്നു. അപ്പോൾ ഈ സംഘാടകരുടെ പ്രശ്നം എന്താ? സംഘാടകരുടെ പ്രശ്നം
ദളിതരായ സ്പീക്കേഴ്സ് അണിനിരന്നാൽ ആൾക്കാർ കേൾക്കാൻ വരില്ല എന്നുള്ളത് അവൻ്റെ ഒരു മൂഢസങ്കല്പം മാത്രമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാര്യം പറയുന്നവരാണോ നോക്കിയിട്ടൊക്കെ വരുന്നൊരു ഓഡിയൻസൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ സെഷനിൽ ദളിതരായിരുന്നു ഭൂരിപക്ഷവും. പക്ഷേ ആ സെഷനിൽ കേൾക്കാൻ നിരവധി ആൾക്കാരുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷേ അതൊരു സങ്കല്പമാണത്. ഞാൻ പറയുന്നത് ഒരു മുൻവിധിയാണ് ആ സംഭവം. അപ്പോൾ അയ്യൻകാളിയാണ് കേരളത്തെ നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഇവൻ്റെ കാസ്റ്റ് പ്രൈഡിനുണ്ടാക്കാവുന്ന ഒരു വിള്ളലുണ്ട്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും, അയ്യങ്കാളി ചെയ്തില്ല എന്ന് പറയില്ല, വേറൊരു തിയറിയാണ് പറയുക. അപ്പോൾ ഈ വേറൊരു തിയറിക്കകത്ത് ഈ പറഞ്ഞ അയ്യങ്കാളി ചെയ്ത കാര്യങ്ങൾ വളരെ നോമിനലായ കാര്യമായി മാറുകയും മറ്റാരൊക്കെയോ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ബൃഹത്തായ കാര്യങ്ങളായി വരികയും ചെയ്യുന്നൊരു തിയറി അങ്ങ് നിർമ്മിച്ച് അയ്യങ്കാളിയെ ചെറുതാക്കി ചരിത്രത്തിൽ അങ്ങ് സ്ഥാപിച്ചിടും. അയ്യങ്കാളി അവഗണിച്ചുമില്ല, എന്നാൽ അയ്യങ്കാളി ചെയ്ത കാര്യങ്ങൾ പുറത്തു വരികയില്ല. പൊയ്കയിലപ്പച്ചനോട് ഇതേ സമീപനം. അതായത് ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഉള്ള വിവേചനങ്ങളെ മനസ്സിലാക്കുകയും അതിന് തിയോളജിക്കലി തന്നെ വെല്ലുവിളിക്കുകയും അതിനെ മറികടന്ന് പോകാൻ മറ്റൊരു ദൈവഭാവനയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ആളാണ് പൊയ്കയിലപ്പച്ചൻ. എല്ലാ ദൈവങ്ങളും പോലെ തന്നെ പൊയ്കയിലപ്പച്ചനൊരു ദൈവമാണ്. എല്ലാ ദൈവങ്ങളും ജീവിക്കുന്നത് അനുയായികളിലാണ്, പുറത്തുള്ളവരല്ല. ക്രിസ്തു ദൈവമായി ജീവിക്കുന്നത് ലോകത്തെ മുഴുവൻ ആൾക്കാർ അംഗീകരിച്ചിട്ടൊന്നുമല്ല, ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ട് ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൊയ്കയിലപ്പച്ചനും ദൈവമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളിലൂടെയാണ്. പക്ഷേ അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിന് കുഴപ്പമൊന്നുമില്ല. ക്രിസ്തു കാണിച്ച അതേ അത്ഭുത പ്രവൃത്തിയൊക്കെ തന്നെ അദ്ദേഹവും കാണിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അധികം അദ്ദേഹം കാണിച്ചിട്ടില്ല. പൊയ്കയിലപ്പച്ചനും ഈ അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നേ. എന്നോട് അങ്ങനെ വിശ്വസിക്കരുതെന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് എന്താ കാര്യമുള്ളത്? അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് എന്താ കാര്യമുള്ളത്? ഒരു മുസ്ലിമിന് എന്താ കാര്യമുള്ളത്? അവർ ഈ അത്ഭുത പ്രവർത്തികളൊക്കെ വിശ്വസിക്കുന്നവരല്ലേ. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പച്ചനത് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ കുഴപ്പം? അപ്പം ഇത് പറ്റില്ല എന്ന് പറയാൻ നമ്മുടെ ദൈവങ്ങളെപ്പോലും, കീഴ്ത്തട്ടിലെ ദൈവങ്ങളെപ്പോലും സ്വീകരിക്കാൻ പറ്റില്ല. കാസ്റ്റ് അത്രമേൽ റിജിഡാണ്. നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ പെരുമാറ്റ ദൂഷ്യമായിട്ടാണ്. ഇത് നമ്മുടെ സെൽഫാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു സോഷ്യൽ എന്താ പറയുക, സാമൂഹികമായ ഒരു രൂപീകരണം, വ്യക്തിത്വ രൂപീകരണമാണത്. ചെറുപ്പം മുതലേ പറഞ്ഞും പറയാതെയും പെരുമാറിയും പെരുമാറാതെയും നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സെൽഫാണ് നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്ന സാധനം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആദിവാസി ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിന് പോയി, വയനാട് ഫെസ്റ്റിവലിൽ പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഈ പറയുന്ന സാമൂഹിക രൂപീകരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടാണ്, വ്യക്തിത്വ രൂപീകരണത്തിൽ സമൂഹത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ വീടുകൾ, വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ വീടുകൾ, ജനിച്ചു വളരുന്നൊരു കുട്ടിക്ക് എങ്ങനെ ആദിവാസി മനുഷ്യനാണെന്ന് തോന്നില്ല. ഒരിക്കൽ പോലും വീടിനകത്ത് അവനും ആദിവാസിയെ കണ്ടിട്ടില്ല, വീടിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. പിന്നെ വീട്ടിൽ പറയുന്ന മുഴുവൻ വാക്കുകൾ ആദിവാസി കള്ളന്മാരും കൊള്ളക്കാരും കുടിയന്മാരും നശിപ്പിക്കുന്നവരും കുഴപ്പക്കാരും. ഇവനങ്ങനെ ആദിവാസി സ്നേഹിക്കുന്നേ. ഈ കുട്ടി 10 വയസ്സാകുമ്പോൾ തന്നെ അവൻ്റെ ആത്മാവിൽ നിന്ന് ആദിവാസി അവൻ പുറത്ത് തള്ളിയിരിക്കും. പിന്നെ അവനൊരിക്കലും അവനെ മനുഷ്യനായിട്ടും ഈക്വലായിട്ടും പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റിൻ്റെ മെക്കാനിസം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്തോ ഭയങ്കര ജാതിവാദിയാണ്, ആൾക്കാരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ജാതി ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ. ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, എനിക്കുള്ളൊരു വ്യക്തിപരമായൊരു അനുഭവം പറയാം. വിദേശത്ത് ബെഹറിൽ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിന് പോയി. മലയാളികൾ വലിയൊരു സദസ്സായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ, കടുത്തുരുത്തിക്കാരി, ഒരു സുറിയാനി ക്രിസ്ത്യാനി പെൺകുട്ടി, അവളുടെ ഭർത്താവ്, അവളുടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഭാഷണത്തിന് ശേഷം ഞങ്ങളിങ്ങനെ ചെറിയൊരു പാർട്ടി പോലെ ഉണ്ടായിരുന്നു. ഇരുന്നപ്പോൾ ഈ കുട്ടി വന്ന് എന്നെ പരിചയപ്പെട്ട് പറഞ്ഞു, ഞാൻ കടുത്തുരുത്തിക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, സണ്ണിച്ചേട്ടൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്കിവിടെ വരാനും സണ്ണിച്ചേട്ടനെ കേൾക്കാനും പറ്റി. സണ്ണിച്ചേട്ടൻ പറയുന്നതൊക്കെ വളരെ കൃത്യമായ കാര്യം, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കറുത്ത കുട്ടികളുമായിട്ട്, കോളനിയിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞ് വീട്ടിൽ തല്ലു മേടിച്ച ഒരാളാണ് ഞാൻ.
എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, കടുത്തുരുത്തിയിൽ സണ്ണിച്ചേട്ടനൊരു പ്രസംഗമുണ്ട്, ഞാൻ അവിടെ വന്നിരുന്ന് കേട്ടാൽ കടുത്തുരുത്തിക്കാർ എനിക്ക് ഭ്രാന്താന്ന് പറയുന്നു. മനസ്സിലായി? ഇത് അത്രമേൽ ശക്തമാണ് ഈ സൊസൈറ്റിയുടെ നിയന്ത്രണം എന്ന് പറയുന്നൊരു കാര്യം. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം, ഇതെല്ലാം ശരിയാണെങ്കിൽ അത് സമ്മതിച്ചു തരത്തില്ല. ഈ സോഷ്യലി സാങ്ഷൻ ചെയ്തെടുത്താലേ അത് സൊസൈറ്റിയുടേതാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ദളിതരൊക്കെ നേരിടുന്നൊരു പ്രശ്നം, അവർ കലാകാരന്മാരാവട്ടെ സാമൂഹ്യ പ്രവർത്തകരാവട്ടെ ആരും ആവട്ടെ സോഷ്യലി സാങ്ഷൻഡ് ആക്കിയെടുക്കില്ല. അതുകൊണ്ട് നമ്മളതെപ്പോഴും ഒരു പ്രത്യേക മേഖലയെ മാത്രം ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. മറ്റുള്ളവർ എന്ത് ചെയ്താലും പെട്ടെന്ന് സോഷ്യലി സാങ്ഷൻഡ് ആകുന്നുള്ളൊരു പൊതുവാണെന്നൊരു തോന്നൽ നമുക്കാണ്. അപ്പം നമ്മളൊരിക്കലും പൊതുവാകത്തുമില്ല, അവരെപ്പോഴും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മളെന്തോ ഏകപക്ഷീയവാദികളും സമൂഹത്തിന് പൊതു താല്പര്യത്തെ ഹനിക്കുന്നവരുമാണെന്നുള്ളൊരു ഇമേജിലാണ് നമ്മളിങ്ങനെ എപ്പോഴും നിലനിർത്തുന്നത്. ഇതാണ് അതിൻ്റെ ഒരു. അതുകൊണ്ട് അയ്യങ്കാളി ആയാലും അപ്പച്ചനായാലും അത് പുലേൻ്റെയും പറയേൻ്റെയും ആൾക്കാരാണ്. ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് ക്രിസ്തു കൃഷ്ണനും ഒക്കെയാണ് ഞങ്ങൾക്ക് ബാധകമായിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. ഈ ക്രിസ്തുവും കൃഷ്ണനൊക്കെ ചെയ്ത കാര്യം തന്നെയാണെന്നേ അപ്പച്ചനും ചെയ്യുന്നത്. ഇതെന്താ മനസ്സിലാവാത്തത്? 11,000 മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇരുവരും എത്തിച്ചേരുന്നത് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട്. ആ സമ്മേളനത്തൊക്കെ ഞാൻ പോകുന്ന ആളാണ്. സമ്മേളനത്തിൽ പറയുന്നൊന്നും ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. അവരവിടെ വരുന്നത് സമ്മേളനത്തിൽ പറഞ്ഞ് കേൾക്കാനല്ല വരുന്നത്. കേന്ദ്രമന്ത്രിമാരൊക്കെയാണ് സമ്മേളനത്തിൽ വരുന്നത്. ഇവരൊന്നും പറയുന്ന ആ ജനം ശ്രദ്ധിക്കാറില്ല. അവരെല്ലാം ഒന്ന് അപ്പച്ചൻ 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 എന്ന ഒരു വലിയൊരു അനുഭൂതിക്കകത്ത് ഇങ്ങനെ അതിനകം വഴിയെല്ലാം ഇറങ്ങി നടന്ന് വഴി കൂടി കുറേയേറെ വെളുക്കുന്നവരെ ഒരു പിറ്റേ വർഷം അവരങ്ങോട്ട് വരണം. മനസ്സിലായില്ലേ? ഇതൊരു വലിയൊരു ആത്മീയ അനുഭവമാണെന്ന് നമുക്കത് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യങ്കാളി ഈ പറഞ്ഞ അയ്യങ്കാളി കോൺട്രിബ്യൂഷൻ അംഗീകരിക്കാത്തതെന്താ? അയ്യങ്കാളി കേരളത്തെ നവീകരിക്കാൻ വലിയ സംഭാവന ചെയ്ത ആളാണ്. അംഗീകരിക്കത്തില്ല. അവിടെ പുലയരുടെയോ പറയേണ്ട എന്തോ കാര്യത്തിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള ലൈനാണ് നമ്മൾ ഇറക്കുന്നത്. അതെ, ഈ സമൂഹത്തിൽ ഇത്ര ശക്തമായി ജാതി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ പോലും ദളിത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിനെ സ്വത്ത് രാഷ്ട്രീയമായി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിനെ ഏത് തരത്തിലാണ്? രണ്ട് വശങ്ങളുണ്ട് നമ്മൾ കാണണം. ദളിത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി നമ്മൾ പ്രോബ്ലമാറ്റിക്കായിട്ട് തന്നെയാണ് സമീപിക്കേണ്ടത്. ഒരു ജനത സ്വന്തം നിലക്ക് സംസാരിക്കുന്നത് അപകടമാണെന്ന് പറയുന്നിടത്താണ് ഈ സ്വത്ത് രാഷ്ട്രീയം എന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള വാദം വരുന്നത്. സ്വത്ത് രാഷ്ട്രീയം ഒഴിവാക്കപ്പെടുക അതെന്തോ അപകടം പിടിച്ച പണിയാണ്. സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെങ്കിലും പ്രത്യേകമായി കണ്ടെടുത്തൊരു കാര്യമല്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ആയ ഒരു എമർജൻസാണ്. ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന ഒരു കോൺഷ്യസ്നസ്സാണ്. അതായത് ആധുനിക ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ അത് ജനതയ്ക്ക് സ്വന്തം ജനതയ്ക്ക് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്, നമ്മളെല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാവർക്കും ഇവിടെ അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട്, ഇവിടുത്തെ നിയമങ്ങളെല്ലാവരും പാലിച്ചേ പറ്റൂ, ആ നിയമത്തിൽ നിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഇങ്ങനെ പല വാഗ്ദാനങ്ങളാണ്, കോൺക്രീറ്റായ വാഗ്ദാനങ്ങളാണ്. മഹാരാജാവ് നാട് ഭരിച്ചോളൂ എന്ന് പറയുന്ന അവ്യക്തതകളൊന്നുമല്ല, കോൺക്രീറ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ടുള്ള. പക്ഷെ 10, 30 വർഷം 40 വർഷം 50 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ജനാധിപത്യ സ്റ്റേറ്റുകൾ, ഡെമോക്രാറ്റിക് നേഷൻ സ്റ്റേറ്റുകൾ വലിയ പരാജയം നേരിടുന്നുണ്ട്. അതെല്ലാവരുടെയും മുന്നിലല്ല, പ്രത്യേക സ്ത്രീകളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ, അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന കാര്യത്തിൽ, റേഷ്യൽ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ, കാസ്റ്റ് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഈ വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റുമായിട്ടൊരു കൺഫ്രണ്ടേഷനൊക്കെ സ്വാഭാവികമായിട്ട് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ വരിക, സ്റ്റേറ്റിനോട് സംസാരിക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക്. ഈ സ്റ്റേറ്റിനോട് സംസാരിക്കുന്ന സമയത്ത് ഹു ആർ യു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ എം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതിന് ഉത്തരമല്ല, ബട്ട് ഐ ആം എ ദളിത് ഓർ ഐ ആം എ മൈനോറിറ്റി, ഐ ആം എ ട്രൈബ് എന്ന് പറയേണ്ടി വരും.
അപ്പോൾ അങ്ങനെയാണ് ഈ ദളിത് എന്നത് ഒരു ആർട്ടിക്കുലേറ്റീവ് പൊസിഷനായി മാറുന്നത്. അങ്ങനെ ദളിതർ ഉണ്ടാക്കിയെടുക്കുന്നതല്ലത്, അത് മൊത്തം സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സോഷ്യൽ സ്പേസാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും, അല്ലാതെ ഒരു സ്പേസ് അവരുടെ മുന്നിലില്ല. അങ്ങനെ അവർ സ്റ്റേറ്റുമായി പുതിയൊരു എഗ്രിമെൻറ്റിലേക്കാണ് പോകുന്നത്. പുതിയൊരു എഗ്രിമെൻറ്റിലേക്ക് പോകണം, അതിനുവേണ്ടി അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് സോക്കോൾഡ് ഡെമോക്രാറ്റുകൾ, ലിബറലുകൾ, വിപ്ലവകാരികൾ ഇവരൊക്കെ രംഗപ്രവേശം ചെയ്തിട്ട് നിങ്ങളങ്ങനെ പറയാൻ പാടില്ല, നിങ്ങളങ്ങനെ പറയുന്നത് സമൂഹത്തെ ശിഥിലീകരിക്കുമെന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം സംസാരിക്കുന്നത് അപകടമാണെന്നുള്ള ഒരു തെറ്റായ ഒരു പ്രമിസിലാണ് ഈ സ്വത്വവാദം എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് ഇവർ പറഞ്ഞു നടത്തുന്നത്. സ്വത്വവാദം കുഴപ്പം പിടിച്ചൊരു കാര്യമില്ല. ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്നൊരു വ്യക്തിക്ക് കേരളത്തിലെ സ്റ്റേറ്റുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കാൻ പറ്റില്ല ഒരു ആദിവാസിക്ക്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന നിലയ്ക്ക് അവർക്ക് സ്റ്റേറ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഗ്രൂപ്പായിട്ട് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം. ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുമ്പോഴുള്ള പ്രശ്നം അതറിനെയും കൂടെ അത് ഡിഫൈൻ ചെയ്യും. യെസ്. ഞാൻ ഐ എം എ ദളിത് എന്ന് പറയും, യു ആർ നോട്ട് എ ദളിത് എന്നുകൂടി അർത്ഥമുണ്ട്, യു ആർ എ നോൺ ദളിത് എന്നുകൂടി അർത്ഥമുണ്ട്. ഇങ്ങനെ ആണ് അത് സമൂഹത്തിൻ്റെ ബന്ധങ്ങളെ പുതിയ രീതിയിൽ അത് ഭാവന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വത്വരാഷ്ട്രീയം അങ്ങനെ അപകടമായൊരു കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സ്വത്വവാദം, സ്വത്വത്തിൽ നിന്നുകൊണ്ടുള്ള ആർട്ടിക്കുലേഷൻസൊക്കെ ഹിസ്റ്റോറിക്കലി രൂപമുണ്ട്. സ്വത്വരാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം രാഷ്ട്രീയമെന്ന് നമ്മൾ കാണുന്നതിലൊരു അപകടമുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുന്നൊരു സംഗതി ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചൊരു കാര്യമെന്ന നിലക്ക് ഈ രാഷ്ട്രം ഭാവിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന അഭിപ്രായമാണ് നമ്മൾ പറയേണ്ടത്. അത് ദളിതർക്ക് പറയാം, സ്ത്രീകൾക്ക് പറയാം, ന്യൂനപക്ഷങ്ങൾക്ക് പറയാം, എല്ലാവർക്കും പറയാം. നമ്മൾ ആ സ്പേസിൽ തന്നെ ഇടപെടേണ്ടത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് പോസിബിലിറ്റിയാണ്, സാധ്യതകളുടെ കലയാണെന്ന് പറയുന്നത്. ഇപ്പോൾ സാധ്യമായ മോസ്റ്റ് ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമായി നമ്മൾ മാറുക, ഇപ്പോൾ സാധ്യമായത്. അതായത് നമ്മുടെ ഉള്ളിൽ ഒത്തിരി സങ്കല്പം കാണും, എല്ലാവരും തുല്യരായിട്ട് ജീവിക്കുന്ന, അതല്ല. ഇപ്പോൾ സാധ്യമായത് ഏറ്റവും മോസ്റ്റ് പോസിബിളായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയൽ രൂപമെന്ത്, അതിനുവേണ്ടി നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ദളിതർ മാത്രം ദളിതരുടെ രാഷ്ട്രീയം പറയാം, അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, അത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കേരളം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദളിതർക്കും ഒരു ഉത്തരമുണ്ടെന്നുള്ളതാണ് ഞാൻ ദളിത് രാഷ്ട്രീയമായിട്ട് കാണുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള ആർട്ടിക്കുലേഷൻ. അതെ, അതിനെ സാധ്യം. മറ്റേതെന്ന് പറയുന്നത് അത് രാഷ്ട്രീയമല്ല, അതെപ്പോഴും ഈ ഒരു തരം ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു ടർബുലൻസിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തും എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അവകാശം കിട്ടിയില്ല എന്നുള്ളൊരു ടർബുലൻസ് ആയിട്ടുള്ളൊരു സ്ഥിതി വിശേഷം ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ അത് ഒരിക്കലും അധികാരത്തിലേക്കും ആരെയും എത്തിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭരണ മാതൃകകൾ മാറാനും കാരണമാവുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ കേരളത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ ചെയ്യേണ്ടത് കേരളം എങ്ങനെ ഭരിക്കണമെന്ന ചോദ്യത്തിന് പൊളിറ്റിക്കലായ ഒരു ഉത്തരം പറയുക എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ന്യൂ പൊളിറ്റിക്സ്, ന്യൂ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ആ ഒരു രാഷ്ട്രീയത്തിലൂന്നിയാണോ ദളിത് സമുദായ മുന്നണി രൂപീകരിക്കുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങളത് ഉണ്ടാക്കുന്ന ദളിത് സമുദായ മുന്നണി രൂപീകരിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു 130 വർഷത്തെ സമുദായ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ളൊരു വിഭാഗമാണ് ദളിതർ. 130 വർഷം എന്ന് പറയുന്നത് അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചത് 1893 മുതൽ 100 വർഷം കഴിയും, 102 വർഷമാകും. അപ്പോൾ ഈ 132 വർഷത്തിനടക്കും നിരവധി സംഘടനകൾ, ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനതയുടെ ഒരു സുഘടിതമായൊരു മുന്നോട്ട് പോക്കിനെ സാധ്യമാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അനുഭവങ്ങളിൽ നിന്നെടുത്ത് പുതിയ കാലത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. പുതിയ കാലത്തെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് എന്താണ്? ഞങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുന്നത് വിദ്യാഭ്യാസം, ഈ പറയുന്ന സംരംഭകത്വം, ഗ്ലോബൽ മൊബിലിറ്റി, ഈ മൂന്നെണ്ണമാണ് പ്രധാനമായി കാണുന്നത്. തോട്ടിപ്പണി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്ത് തോട്ടിപ്പണി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിച്ചാണ്.
തേട്ടിപ്പണിയെടുത്ത് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതാണെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ പുതിയ മനുഷ്യനായി പിറക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് അത്തരം ഹീനമായ മേഖലകളിൽ നിന്നും ഇവർക്ക് ഉയർന്നു വരാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക. കമ്മ്യൂണിറ്റിക്കകത്തൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം, വിദ്യാഭ്യാസത്തിനോ വ്യാപാര വ്യവസായ മേഖലയിൽ കിടക്കുന്നതിനോ ഒക്കെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. പുതിയ പ്രതിഭാധനരായ മനുഷ്യ ഇടപാടുകൾക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ രാഷ്ട്രീയ അധികാരവുമായി ബന്ധം വേണം. രാഷ്ട്രീയ അധികാരം തന്നെ ഉണ്ടാവും. അത് ദളിതർ മാത്രം വിചാരിച്ചാൽ നടക്കുക എന്നുള്ള ഒരു സങ്കല്പവും ദളിത് സമുദായ മുന്നണിക്കില്ല. മറിച്ച് സമാനമായി അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നും ആ വിഭാഗങ്ങൾ പുതിയൊരു കേരളത്തിലെ പുതിയൊരു ഭരണ രീതിക്ക് വേണ്ടി എന്ന് പറയാൻ ഈ വിഭവങ്ങളിലും അധികാരത്തിലും എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന, എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തം കിട്ടുന്ന, എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന, എഫക്റ്റീവ് പ്രാതിനിധ്യം കിട്ടുന്ന ഒരു പങ്കാളിത്ത ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളും പങ്കാളിയാവേണ്ടത്. നമ്മളതിനകത്ത് ഒരു ഘടകം മാത്രമാണ്. ആ ഒരു വിവേകം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ദളിതർ മാത്രം എന്തോ വിപ്ലവം നടത്താൻ പോകുകയാണെന്ന് ഒരു സാധ്യതയില്ലാത്ത കാര്യം, വെറുതെ പറയുന്നത്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണ. ദളിതർ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവർ സുഖടിതമായി അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ പൊളിറ്റിക്സിൽ മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.